എവരിവൺ വെൽക്കം ടു എക്സാം വാലി. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പെരിമീറ്റർ ആൻഡ് ഏരിയ എന്നുള്ള ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ MTSC എക്സാംസിന് മാത്രമല്ല, നമ്മൾ സ്കൂൾസിലെ എക്സാംസിനാണെങ്കിലും ഇനി വരുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ പെരിമീറ്റർ ആൻഡ് ഏരിയയിൽ നിന്നുള്ള കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ക്ലാസ്സിൻ്റെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ സെൻഡ് ചെയ്ത് തരും. ആൻഡ് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഡെയിലി ക്വിസസ് നടക്കാറുണ്ട്. സോ ഓൾറെഡി നിങ്ങളെല്ലാവരും ഉള്ളതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇനി ആരെങ്കിലും വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം അല്ലേ. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വരുന്നത് നമ്മൾ പെരിമീറ്റർ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാനാണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമുക്ക് ലെങ്ത്തും തന്നിട്ടുണ്ട്, ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ഇനി പെരിമീറ്റർ കാണണമെങ്കിൽ ഈ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റുള്ള ഇതിൻ്റെ ബൗണ്ടറിൻ്റെ ലെങ്ത് ആണ്. സോ എന്ത് ചെയ്യണം? ഇവിടെ 7 ആണെങ്കിൽ ഇവിടെയും 7 ആയിരിക്കും, ഇവിടെ 26 ആണെങ്കിൽ ഇവിടെയും 26 ആയിരിക്കും. സോ ഈ വാല്യൂസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ്. ഇനി നമ്മൾ ഇക്വേഷൻസിൽ പറയുകയാണെങ്കിൽ പെരിമീറ്റർ ഈക്വൽ ടു എന്താണ്? P ഈക്വൽ ടു 2 × L+B ആണ് അല്ലേ. 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. അത് അങ്ങനെ തന്നെയാണല്ലോ. കാരണം ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ബ്രെഡ്ത്തിനെ 2 ആഡ് ചെയ്യണം, ലെങ്ത്തിനെയും 2 ആഡ് ചെയ്യണം. സോ അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? 2 × ലെങ്ത്തിനെയും ബ്രെഡ്ത്തിനെയും ആഡ് ചെയ്തിട്ട് അതിനെ 2 ആഡ് ചെയ്തു, മൾട്ടിപ്ലൈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അത്രയേ ഉള്ളൂ. സോ ഇവിടെ നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ 2 × L എത്രയാണ്? 26 പ്ലസ് ബ്രെഡ്ത്ത് എത്രയാണ്? 7. സോ 2 × 26 + 7 എത്ര? 33 വരും അല്ലേ. 33 വിച്ച് ഈസ് ഈക്വൽ ടു 66 സെൻറ്റിമീറ്റർ. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ക്ലിയർ അല്ലേ? ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ അടുത്തൊരു ഫിഗർ തരികയാണ്. ഈ ഒരു ഫിഗറിൻ്റെ പെരിമീറ്റർ കാണാനാണ്. ഇവിടെ ഒരു ഇഷ്യൂ ഉള്ളത്, നമ്മൾ ഇങ്ങനത്തെ കൺഫ്യൂസ് ഇത് നമ്മളെ മിസ്റ്റേക്സ് വരുത്താൻ വേണ്ടി തരുന്നതാണ്. അതായത് നമ്മൾ യൂഷ്വലി കാണുമ്പോൾ എന്ത് ചെയ്യും? നമ്മളിവിടെ തന്ന വാല്യൂസ് കൊണ്ട് ആഡ് ചെയ്യും. 5 + 2 7, 7 + 4 11, 11 + 2 13. സോ ആൻസർ ഓപ്ഷൻ എ ആണ്, ഇട്ട് മാർക്ക് ചെയ്ത് പോകും. ബട്ട് ഇവിടെ 13 എന്നുള്ളത് കറക്റ്റായിട്ടുള്ള ആൻസർ അല്ല. കാരണം എന്താ? നമ്മൾ പെരിമീറ്റർ പറഞ്ഞാൽ ചുറ്റും അതിൻ്റെ ബൗണ്ടറി മൊത്തം നമ്മൾ മെഷർ ചെയ്യണം അല്ലേ. ഇവിടെ നമ്മൾ ഈ ഒരു മെഷർ ചെയ്ത വാല്യൂ എന്നാൽ എന്താണ്? 2 ഇവിടെ മെഷർ ചെയ്തു, 5 ഇവിടെ, 4 ഇവിടെ, 2. ഫുള്ളായോ? ഇല്ല, ഇനിയും കുറച്ച് മെഷർമെൻറ്റ്സ് ചെയ്യാനുണ്ട്. ഇവിടെ ഈ ഒരു സൈഡും ഈ ഒരു സൈഡും അതിവിടെ വാല്യൂ തന്നിട്ടില്ല എന്നേ ഉള്ളൂ. സോ ആ ഒരു വാല്യൂ എന്ത് ചെയ്യുക? അത് കണ്ടുപിടിച്ചിട്ട് അതും കൂടി ആഡ് ചെയ്യണം ഇതിലോട്ട്. സോ ഇപ്പോൾ നമ്മൾ ഈ ഒരു റെഡിൽ മാർക്ക് ചെയ്ത വാല്യൂസ് മൊത്തം ആഡ് ചെയ്തത് നമുക്ക് എന്ത് കിട്ടി? 13 സെൻറ്റിമീറ്റർ ആണ്. സോ 13 പ്ലസ് ഇനി ബാക്കിയുള്ള ആ ഒരു മെഷർമെൻറ്റ്സും കൂടി ആഡ് ചെയ്താൽ മതി. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഈ ഒരു സൈഡ് എത്ര വരിക? 2 സെൻറ്റിമീറ്റർ ആണ് വരിക. കാരണം എന്താ? ടോട്ടൽ 4 സെൻറ്റിമീറ്റർ അല്ലേ. അതിൽ ഇവിടെ ഇത്രയും മെഷർമെൻറ്റ് 2 ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റ് എന്തായിരിക്കും? 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. സോ ഇവിടെ 2 സെൻറ്റിമീറ്റർ. ആൻഡ് സിമിലർലി നമുക്ക് അടുത്ത സൈഡ് നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ ടോട്ടൽ 5 സെൻറ്റിമീറ്ററാണ്. സോ ടോട്ടൽ 5 സെൻറ്റിമീറ്ററാണ്. അതിൽ ഈ ഒരു ലെങ്ത് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. സോ 5 - 2 എത്ര? 3 സെൻറ്റിമീറ്റർ ആണ് വരിക. ആ ഒരു സൈഡ് മാത്രമായിട്ട് വരൽ 3 സെൻറ്റിമീറ്റർ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? 15ലോട്ട് ഈ 3 + 2, 3ഉം 2ഉം കൂടിയാൽ 5, 5ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 13 + 5 18 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ വരിക. സോ ഇവിടെയും ഓപ്ഷൻ സി 18 സെൻറ്റിമീറ്റർ ആണ് ആൻസർ വരിക. ക്ലിയർ അല്ലേ? യെസ്. സോ നമ്മൾ അടുത്ത ക്വസ്റ്റിലോട്ട് പോകണം. ഈ ഒരു ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഹൂസ് സൈഡ്സ് ആർ 5 സെൻറ്റിമീറ്റർ ലോങ്? ഓക്കെ, ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ ആണ് കാണാൻ പറഞ്ഞത്. സ്ക്വയറിൻ്റെ പെരിമീറ്റർ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്ക്വയറിന് എന്താണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആണ് അല്ലേ. സോ ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു സൈഡിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ സൈഡ്സും എന്തായിരിക്കും? 5, 5, 5 ആയിരിക്കും. 5നെ 4 വട്ടം ആഡ് ചെയ്യണം. 5 + 5 10, 10 + 5 15, 15 + 5 20, 20 ആഡ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു സൈഡ് 5 ആണെങ്കിൽ അങ്ങനത്തെ എത്ര സൈഡ്സ് ഉണ്ട്? 4 സൈഡ്സ് ഉണ്ട്. സോ 4 × ഇപ്പോൾ നമ്മൾ എ എന്നുള്ള സൈഡാണെങ്കിൽ നമ്മൾ യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യാണ്? കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ എ എന്നാണ് ഒരു സൈഡ് എന്നുണ്ടെങ്കിൽ 4 × എ. ഓക്കെ, 4 × എ. അല്ലെങ്കിൽ ഇവിടെ 4 × ഒരു സൈഡ് 5 ആയതുകൊണ്ട് 4 × 5 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 20 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടും. ക്ലിയർ അല്ലേ? സോ ആൻസർ ഇവിടെ എന്താ വരിക? ഓപ്ഷൻ സി. ഇവിടെയും ഓപ്ഷൻ സി ആണ് ആൻസർ വന്നത്. സോ 20 സെൻറ്റിമീറ്റർ ആണ് വരിക. യെസ്, ഈസി അല്ലേ പെരിമീറ്റർ കാണാൻ? നമ്മൾ ഇപ്പോൾ റെക്റ്റാങ്കിൾ കണ്ടു, സ്ക്വയറിൻ്റെ കണ്ടു. ഇനി അടുത്ത് എന്താണ്? ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 48 സെൻറ്റിമീറ്റർ. ഓക്കെ, ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്നുള്ളത് 48 സെൻറ്റിമീറ്റർ ആണ്. നമുക്കൊരു റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്യും അല്ലേ. ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, ആ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 48 സെൻറ്റിമീറ്റർ ആണ്. ഇതിനെന്താ പറഞ്ഞത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി ഇറ്റ്സ് ഡയമെൻഷൻസ്? അതായത് ഈ തന്ന വാല്യൂസിൽ ഇതിൽ ഏതാണ് ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ആവാതിരിക്കുക? ഓക്കെ, ബാക്കിയുള്ള 3ഉം ആവാം, ബട്ട് ഈ ഒരു ഓപ്ഷൻ മാത്രം ആവില്ല. സോ എന്ത് ചെയ്യുക? ഇതിൽ ഓരോ ഓപ്ഷൻസ് നോക്കിയാൽ മതി. ഇവിടെ 14ഉം 8ഉം 10ഉം ആണ് നമ്മളെ മെഷർമെൻറ്റ്സ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്? 2 × L+B ആണ് ചെയ്യുക അല്ലേ. എല്ലും ബിയും 10ഉം 14ഉം 10ഉം ആഡ് ചെയ്താൽ 24,
24 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 48 വരിക. യെസ്, ഇവിടെ 48 വന്നത്. സോ ഓപ്ഷൻ എ അല്ല നമ്മുടെ ആൻസർ. ഇനി ഓപ്ഷൻ ബി 28ഉം 20ഉം. ഓ, ഇതെന്തായാലും ഓപ്ഷൻ റോങ് ആയിരുന്നു. കാരണം ഈ 28ഉം 20ഉം കൂടി ആഡ് ചെയ്താൽ എത്രയായി? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ തന്നെ 48ആയി അല്ലേ? 48 എന്നുള്ളത് ഇപ്പോൾ വെറും ലെങ്ത്തും ഒരു ബ്രെഡ്ത്തും കൂടി ആഡ് ചെയ്യുമ്പോൾ തന്നെ എത്രയായി? 48ആയി. ബട്ട് ഇത് മാത്രമാണ് പെരിമീറ്റർ അല്ല, ഇവിടെയും 28 ഉണ്ട്, ഇവിടെയും 20 ഉണ്ട്. അത് രണ്ടും കൂടി ആഡ് ചെയ്യാണ്ട്. സോ ആൻസർ എന്തായിരിക്കും? ഇവിടെ ഓപ്ഷൻ ബി ആയിരിക്കും വരിക. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി നമുക്ക് നോക്കാം. ഇവിടെ ഇനി അടുത്ത ഓപ്ഷനിലുള്ളത് 15ഉം 9ഉം രണ്ടും കൂടി ആഡ് ചെയ്താൽ 15 + 9 = 24 ആണ്. സോ പെരിമീറ്റർ എന്തായിരിക്കും? 2 × L + B ആണ്. സോ 2 × 24 = 48 വരും. അടുത്തത് 16ഉം 8ഉം ആഡ് ചെയ്താൽ എത്ര വരിക? 24 ആണ് വരിക. 2 × 24 48 ആണ്. ക്ലിയർ അല്ലേ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഈ 28ഉം 20ഉം കൂടി ആഡ് ചെയ്താൽ 48 കിട്ടിയാണ്. സോ 48 ആണ് പെരിമീറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ എന്താവും? ആ ഒരു സമയത്ത് നമുക്ക് അങ്ങനെ മിസ്റ്റേക്സ് വരാം. സോ അങ്ങനെ മിസ്റ്റേക്സ് വരുന്നത് 2 × L + B ആണ്. ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. യെസ്. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ whose length is 20 cm and breadth is 5 less than its length. ഓക്കെ, ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ആണ് കാണേണ്ടത്. ആ പെരിമീറ്ററിൻ്റെ സോ ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുള്ളത്? ഇതിൻ്റെ പെരിമീറ്റർ ആണ് കാണേണ്ടത്. ഇവിടെ ലെങ്ത്ത് ഈക്വൽ ടു എത്രയാണ്? ലെങ്ത്ത് ഈക്വൽ ടു 20 cm ആണ്. ആൻഡ് ബ്രെഡ്ത്ത് ഈക്വൽ ടു എത്രയാണ്? 5 less than its length. അതായത് 20ൽ നിന്ന് 5 കുറക്കുക അല്ലേ? ലെങ്ത്തിനേക്കാളും 5 കുറവാണ്. സോ എത്രയായിരിക്കും? 15. സോ രണ്ടും സെൻറ്റിമീറ്റേഴ്സിൽ ചെയ്ത് സോ 15 സെൻറ്റിമീറ്ററും 20 സെൻറ്റിമീറ്ററും. ഇനി എന്ത് ചെയ്യുക? പെരിമീറ്റർ കാണാം. പെരിമീറ്റർ പറഞ്ഞാൽ 2 × L + B ആണ്. സോ 2 × ലെങ്ത്ത് 20 + 15 20 + 15 എത്ര? 35. സോ 2 × 35 = 70 സെൻറ്റിമീറ്റർ. ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ക്ലിയർ അല്ലേ? ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഇവിടെ ആകെ ഒരു ബ്രെഡ്ത്ത് കാണാനുണ്ടായിരുന്നു. ബ്രെഡ്ത്ത് നമുക്ക് തന്നു, ലെങ്ത്തിനേക്കാളും 5 ലെസ് ആണെന്ന് പറഞ്ഞു. സോ ലെങ്ത്ത് നമുക്ക് 20 തന്നിട്ടുണ്ട്. സോ 20ൽ നിന്ന് ആ 5 കുറച്ചാൽ മതി. 15 ആണ് ആൻസർ വരിക. യെസ്. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 21/60 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി ഏരിയയിലോട്ട് നമ്മൾ കടക്കുകയാണ്. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ തന്നു 21/60 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇഫ് ഇറ്റ്സ് ബ്രെഡ്ത്ത് ഈസ് 3/4 സെൻറ്റിമീറ്റർ ദെൻ ദ ലെങ്ത് ഈസ് ഡാഷ്. ഓക്കെ, സോ ഏരിയൻ്റെ ഇക്വേഷൻ എന്താണ്? ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. L × B ആണ്. ഓക്കെ, ലെങ്ത്തും ബ്രെഡ്ത്തും L B ആണെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ. ഇവിടെ എന്താ നമുക്ക് തന്നുള്ളത്? ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 21/60 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ലെങ്ത്തും നമുക്ക് തന്നിട്ടുണ്ട്. ലെങ്ത് എത്രയാണ്? ലെങ്ത് തന്നിട്ടില്ല. ബ്രെഡ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട് 3/4 സെൻറ്റിമീറ്റർ ആണ്. അതായത് 3/4 ലെങ്ത് ആണ്. 3/4 × L ആണ് 21/60. അങ്ങനെയാണെങ്കിൽ ലെങ്ത് എത്രയായിരിക്കും? ലെങ്ത് ഈക്വൽ ടു 21/60 × 4/3 അല്ലേ? ഇവിടെ എങ്ങനെയാണ് 4/3 ഇങ്ങോട്ട് എഴുതി? ഈ 3/4നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും? അത് 4/3 എന്ന രൂപത്തിൽ കൺവേർട്ട് ആവും അല്ലേ? സോ 4/3 ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ ഇവിടെ സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് എന്തൊക്കെയുള്ളത്? ഇവിടെ നമുക്ക് ആദ്യം 4നെയും 60യെയും കട്ട് ചെയ്യാം. 4ൽ ഒരു 4 ആണത്. 60ൽ എത്ര 4 ഉണ്ട്? 15 4s ആണ് അല്ലേ? 15 4s ആണ്. ഇനി 3നെയും 21നെയും നമുക്ക് കട്ട് ചെയ്യാം. 3ൽ ഒരു വട്ടം. ഇവിടെ 7 3 21. സോ ആൻസർ എന്ത് കിട്ടും? 7/15 അല്ലേ? ബാലൻസ് ഉള്ളത് 7/15 ആണ്. സോ 7/15 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ആൻസർ വരിക. ഇവിടെ 7/15 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ ആണ് ആൻസർ. ക്ലിയർ അല്ലേ? യെസ്. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ വെർ സൈഡ് ഈസ് 6 സെൻറ്റിമീറ്റർ ലോങ്. ഓക്കെ, ഒരു സ്ക്വയറിൻ്റെ ഏരിയ ആണ് കാണേണ്ടത്. അതിൻ്റെ ഒരു സൈഡ് നമുക്ക് എന്താ തന്നിട്ടുണ്ട്? 6 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെയും എന്താണ്? ഇവിടെ ഒരു സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. സോ ഇതൊരു സ്ക്വയർ ആണെന്ന് ഏകദേശം സ്ക്വയർ ആയില്ലേ? യെസ്, സ്ക്വയർ ആയി. ഈ ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡ് നമുക്ക് 6 സെൻറ്റിമീറ്റർ തന്നാൽ ബാക്കിയുള്ള സൈഡ്സ് ഒക്കെ എന്തായിരിക്കും? 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. സ്ക്വയറിൻ്റെ ഏരിയ എത്ര വരിക? നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടതുപോലെ തന്നെ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് തന്നെയാണ്. ബട്ട് ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും ഒരേ സാധനം ആയതുകൊണ്ട് തന്നെ സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറയും. ഓക്കെ, സൈഡ് ഇൻറ്റു സൈഡ്. സോ 6 × 6 വിച്ച് ഈസ് ഈക്വൽ ടു 36 സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഈ രൂപത്തിലും എഴുതാം. ഓക്കെ, സോ എങ്ങനെ എഴുതിയാലും സെയിം കാര്യമാണ്. 36 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ആൻസർ വരിക. സോ ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ. നമ്മൾ ചെയ്യേണ്ടത് സൈഡിൻ്റെ സൈഡാണ് ഏരിയ വരിക. ഇനി വോളിയം ഉണ്ട്. വോളിയാകുമ്പോൾ എന്താ വരിക? നമ്മളിപ്പോൾ ഒരു ക്യൂബിക്കൽ സ്ട്രക്ചർ ആണെങ്കിൽ, അതായത് എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ളതാണെങ്കിൽ സൈഡിൻ്റെ ഹൈറ്റ്, എല്ലാ ഹൈറ്റും സൈഡും ഒക്കെ എല്ലാവരും ഈക്വൽ ആയിരിക്കും. സോ A × A × A എന്നാണ്
ഒരു ക്യൂബിക്കൽ വരിക. ഇനി ക്യൂബോയിഡ് ഷേപ്പ് ആണെങ്കിൽ, അതായത് റെക്റ്റാങ്കുലർ ബേസുള്ള അതിനൊരു ഹൈറ്റ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും, ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ് ആയിരിക്കും വരിക. ക്ലിയർ ആയില്ല, അതാണ് വോളിയം വരിക. യെസ്. സോ നമ്മൾ അടുത്ത ക്വസ്റ്റിലോട്ട് വരും. ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ പ്ലോട്ട് ഈസ് 40 മീറ്റർ, ദെൻ ഇറ്റ്സ് ഏരിയ ഈസ് ഡാഷ് സ്ക്വയർ മീറ്റർ. ഒരു സ്ക്വയർ പ്ലോട്ടിൻ്റെ പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്, 40 സോ എത്രയായിരിക്കും ഒരു സൈഡ് വരിക, ഈസി ആയിട്ട് പറഞ്ഞൂടെ, 10 മീറ്റർ ആയിരിക്കും അല്ലേ, കാരണം 4 ഇൻറ്റു ഒരു സൈഡാണ്. ഒരു സൈഡ് തന്നാൽ, ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡ് തന്നാൽ അതിനെ 4 വട്ടം മൾട്ടിപ്ലൈ ചെയ്താൽ 4 അല്ലെങ്കിൽ 4 വട്ടം ആഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് എന്ത്, അതിൻ്റെ പെരിമീറ്റർ എന്നുള്ളത്. സോ ഇവിടെ പെരിമീറ്റർ ഈക്വൽ ടു, നമുക്കറിയാം ഒരു സൈഡ് എ ആണെങ്കിൽ 4a ഈക്വൽ ടു 40 മീറ്റർ ആണെങ്കിൽ എ ഈക്വൽ ടു എന്തായിരിക്കും, 40/4 വിച്ച് ഈസ് ഈക്വൽ ടു 10 മീറ്റർ. ഒരു സൈഡ് നമുക്ക് കിട്ടി. അങ്ങനെയാണ് പിന്നെ ഏരിയ കണ്ടൂടെ. ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക, എ ഇൻറ്റു എ അല്ലേ, സൈഡ് ഇൻറ്റു സൈഡ്. സോ ഇവിടെ സൈഡ് എത്രയാണ്, 10 ഇൻറ്റു 10 വിച്ച് ഈസ് ഈക്വൽ ടു 100. സോ ഇവിടെ മെഷർമെൻറ്റ്സ് 100 മീറ്റർ സ്ക്വയർ ആണ് വരേണ്ടത്. ഓക്കെ, സോ ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്തത്, ഫൈൻഡ് ദ വോളിയം ഓഫ് എ ക്യൂബ് ഓഫ് എഡ്ജ് 3 സെൻറ്റിമീറ്റർ. ഓക്കെ, സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടാണ് വോളിയം കാണാനാണ്. എന്താണ് കാണേണ്ടത്, ഒരു ആ ഒരു ക്യൂബിൻ്റെ ഒരു എഡ്ജ് നമുക്ക് തന്നിട്ടുണ്ട് 3 സെൻറ്റിമീറ്റർ ആണെന്നുള്ളത്. സോ എന്ത് ചെയ്താൽ, ഇപ്പോൾ ഒരു ക്യൂബിൽ എന്തായിരിക്കും, സോ ഒരു ക്യൂബ് ജസ്റ്റ് ഒരു റഫായിട്ട് വരയ്ക്കുകയാണ്. ഈ ഒരു ക്യൂബിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, എല്ലാ എഡ്ജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 2 ഡയമെൻഷൻ സ്ക്വയർ റെക്റ്റാങ്കിളൊക്കെ നമ്മൾ സൈഡ്സ് എന്ന് പറയും, അതൊരു 3D ആകുമ്പോൾ നമ്മൾ അതിന് എഡ്ജസ് എന്നാണ് പറയും. ഓക്കെ, മീൻ ചെയ്യുന്നത് ഈ ഒരു ലെങ്ത്തുകൾ. സോ ഈ ലെങ്ത് ഒക്കെ സെയിം ആയിരിക്കും ക്യൂബിക്കൽ സ്ട്രക്ചറിൽ, ഇതെല്ലതും സെയിം ആയിരിക്കും. സോ ഇവിടെ ഒരു എഡ്ജ് 3 ആണ് തന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എഡ്ജസ് ഒക്കെ എന്തായിരിക്കും, 3 ആയിരിക്കും. നമുക്കറിയാം ഒരു വോളിയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞു, ഇപ്പോൾ സ്ക്വയർ ആണെങ്കിൽ ക്യൂബിക്കൽ സ്ട്രക്ചർ ആണെങ്കിൽ, ക്യൂബ് ആണെങ്കിൽ എ ഇൻറ്റു എ. ഇനി അത് ക്യൂബോയിഡ് സ്ട്രക്ചർ ആണെങ്കിൽ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ് ആയിരിക്കും. സോ ഇവിടെ ഒരു ക്യൂബിക്കൽ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ വോളിയം എത്ര വരിക, വോളിയം ഈക്വൽ ടു 3 ഇൻറ്റു 3 ഈക്വൽ എത്ര വരും, 3 ഇൻറ്റു 3 9 ഇൻറ്റു 3 27 സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ, സോ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ വരിക. ക്ലിയർ അല്ലേ? ഇനി ചിലപ്പോൾ തിരിച്ചും ചോദിക്കാം. അതായത് ഇപ്പോൾ നമുക്ക് ഇനി സോ നമ്മൾ ക്ലാസ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഈ ഒരു കാര്യത്തിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമുക്ക് വോളിയം തരും. ഇപ്പോൾ ഒരു ക്യൂബിക്കൽ സ്ട്രക്ചറിൻ്റെ വോളിയം നമുക്ക് 27 സെൻറ്റിമീറ്റർ ക്യൂബാണ് തന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സൈഡ് എങ്ങനെ, ഒരു സൈഡിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ എഡ്ജിൻ്റെ സൈഡ് ലെങ്ത് എത്രയായിരിക്കും എന്ന് ചോദ്യം. ഓക്കെ, 27 സെൻറ്റിമീറ്റർ ക്യൂബാണ്. നമുക്കൊരു നെക്സ്റ്റ് പേജിൽ എഴുതാം. ഇപ്പോൾ 27 സെൻറ്റിമീറ്റർ ക്യൂബാണ് വോളിയം എന്ന് വന്നു. ഓക്കെ, വോളിയം. അങ്ങനെയാണെങ്കിൽ എഡ്ജ് എത്രയായിരിക്കും എന്നുള്ളത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായിരിക്കും, ഇതിനെ ഈ 27 നമുക്ക് ഏത് വാല്യൂവിനെയാണ് സെയിം വാല്യൂസിനെ മൾട്ടിപ്ലൈ ചെയ്താലും ഈ 27 കിട്ടുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ 2 ഇൻറ്റു 2 ചെയ്താൽ 8 ആണ് കിട്ടുക. അതുപോലെ 3 ഇൻറ്റു 3 ആണ് 27 കിട്ടുക. സോ ഈ ഒരു വാല്യൂസ് ഒക്കെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് മെയിനായിട്ട് വരിക. ഇനി അതില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി അറിയാം, നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ഇല്ലേ, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. ഇപ്പോൾ 27 നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 3 കൊണ്ട് നമ്മൾ ചെയ്തു. 3 എന്ത് ചെയ്യും, ഇവിടെ 3 എത്ര ടൈംസ് ഉള്ളത്, 9 ടൈംസ് ആണ്. വീണ്ടും 3 കൊണ്ട് ചെയ്യുക, 3 വരും. സോ ഈ 3 ഇൻറ്റു 3 ആണ് ഇതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് വരുന്നത് അല്ലേ. സോ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ, 3 സെയിം നമ്പർ ആയിട്ടുള്ള 3 നമ്പേഴ്സ് ഒരു പെയർ ആക്കി എടുക്കും. ആ രൂപത്തിൽ നമ്മൾ കാണാം. ഓക്കെ, സോ ഇവിടെ എന്തായിരിക്കും വരിക, 3 ആണ് ആൻസർ വരിക. ഇപ്പോൾ ഇത് വലിയ നമ്പേഴ്സൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ 243 ചെയ്ത് നോക്കാം. ഓക്കെ, 243 ഇതിന് നമുക്ക് ഏതുകൊണ്ട് ചെയ്യാൻ പറ്റുക, 3 കൊണ്ട് ചെയ്യാൻ പറ്റും അല്ലേ. 3 കൊണ്ട് ചെയ്യുമ്പോൾ എന്ത് വരും, 8 3 24 ആണ്. 133 വന്നു. ഇനിയും 3 കൊണ്ട് ചെയ്യാം. 3 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര വരും, 3 കൊണ്ട് ചെയ്യുമ്പോൾ 133 236 7 3 21 വന്നു. വീണ്ടും 3 കൊണ്ട് ചെയ്തു. ഇവിടെ 3 കൊണ്ട് ചെയ്യുമ്പോൾ 9 3 27 വരും. 3 വരും, വീണ്ടും 3 വന്നു. സോ ഇവിടെ ടോട്ടൽ എത്ര 3 വന്നു, 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3. ഓക്കെ, സോ നമ്മൾ ശരിക്കും ഇവിടെ 3 പേയേഴ്സ് ആക്കിയിട്ടാണ് എടുക്കുക. അതായത് ഇങ്ങനെ ഒരു പെയർ എടുത്തു, ഇനി ഇവിടെ വെറും 2 പേയേഴ്സ് ഉള്ളൂ. സോ ഈ രൂപത്തിൽ ആകുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു മെഷർമെൻ്റ് ആയിരിക്കില്ല വരിക. ഓക്കെ, എഡ്ജ് കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കില്ല. ഇവിടെ ഒരു 3 കൂടി ഉണ്ടെങ്കിൽ ഇതിൽ എത്ര ആയിരിക്കും വരിക അറിയാം, ഒരു സൈഡ് എത്ര ആയിരിക്കും വരിക അറിയാം. അപ്പോൾ 243 ഇൻറ്റു 3 ആയിരിക്കും അതിൻ്റെ വോളിയം വരിക കേട്ടോ. സോ ഇതിൻ്റെ ഈ ഒരു 3 പേയേഴ്സിൽ നിന്ന് ഒരു 3 എടുക്കും, അടുത്ത പേയേഴ്സിൽ നിന്ന് 3 എടുക്കും. സോ അതിൻ്റെ ഒരു എഡ്ജ് വരിക 9 ആയിരിക്കും. സോ അതൊക്കെ നമുക്ക് അത്ര വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ സാധ്യതയില്ല. എന്തായാലും നിങ്ങളിങ്ങനെ വോളിയം തന്നിട്ട് ചെയ്യേണ്ടത് എന്താണ്, 20 ചെയ്യുക. അപ്പോൾ 27 സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 8 മീറ്റർ ക്യൂബ് ആണ് വോളിയം എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും എഡ്ജ് വരിക, 2 മീറ്റർ ആയിരിക്കും. ക്ലിയർ ആയില്ലേ? യെസ്.
സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ലൈവിലൊക്കെ ആയിട്ട് കാണാം. ബൈ ഓൾ.